തടികൊണ്ടും മറ്റും നിർമ്മിച്ച വിചിത്ര രൂപങ്ങളുള്ള മുഖംമൂടികൾ ധാരാളമായി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. കമ്പിളി രോമങ്ങൾ ഉപയോഗിച്ചുള്ള പരമ്പരാഗത തൊപ്പികളും വിൽപ്പനയ്ക്കുണ്ട്. ചിത്രപ്പണികൾ ചെയ്തവയും അക്കൂട്ടത്തിലുണ്ട്. ഗോത്രകലകളുമായി ബന്ധപ്പെട്ട കരകൗശല വസ്തുക്കളും വിൽപ്പനയ്ക്കുണ്ട്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി ആഭരണങ്ങളും മറ്റും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. പ്രായമായ ധാരാളം ആളുകൾ പലതരം കച്ചവടങ്ങളിൽ മുഴുകുന്ന കാഴ്ചയാണ് ലേയിലേത്. ചിലർക്കൊക്കെ 90 വയസ്സെങ്കിലും കാണും. നല്ല പ്രകൃതിജന്യമായ പളുങ്കുകൾ വിൽക്കുകയാണ് ഈ മുത്തശ്ശൻ. പച്ചക്കറികളും ഇലക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും വിൽക്കാനായി വെച്ച് കാത്തിരിക്കുന്നു മറ്റൊരിടത്ത് ചില മുത്തശ്ശിമാർ. സ്ത്രീകളാണ് വ്യാപാരികളിലേറെയും. ലേയിലെ മറ്റൊരു പ്രധാന കച്ചവട സാധനമാണ് ടീഷർട്ടുകൾ. പ്ലെയിൻ ടീഷർട്ടുകളിൽ നമ്മുടെ ആവശ്യപ്രകാരം എംബ്രോയിഡറി ജോലികൾ ചെയ്തു തരും. ലേയും ലഡാക്കുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വാചകങ്ങളും മറ്റുമാണ് ഇവയിൽ പതിപ്പിക്കുന്നത്. 250 മുതൽ 400 രൂപ വരെയാണ് വില. ലേയിലെത്തുന്നവർ സമ്മാനമായി നൽകാനും മറ്റുമാണ് പ്രധാനമായും ഇത്തരം ടീഷർട്ടുകൾ വാങ്ങുന്നത്. എട്ടാം നൂറ്റാണ്ട് മുതൽ ബുദ്ധമതസ്ഥരും ഇസ്ലാം മതസ്ഥരും ഇടകലർന്ന് സാഹോദര്യത്തോടെ കഴിയുന്ന നഗരമാണ് ലേ. ഇടക്കാലത്ത് ചെറിയ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായെങ്കിലും 2003 ദലൈലാമ ഇവിടം സന്ദർശിച്ചതോടെ അതെല്ലാം ഇല്ലാതാവുകയും പഴയ സാഹോദര്യത്തിലേക്ക് കാര്യങ്ങൾ തിരിച്ചെത്തുകയും ചെയ്തു. നഗരത്തിൽ പലയിടത്തും ബുദ്ധവിഹാരങ്ങളുണ്ട്. ചുറ്റിനും ആചാരപ്രകാരം പ്രാർത്ഥനാ ചക്രങ്ങളും സ്ഥാപിച്ചിരിക്കുന്നു. ആളുകൾ നടക്കുന്ന വഴികളിലൊക്കെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ ചക്രങ്ങൾ ലേയുടെ ആത്മീയ പശ്ചാത്തലത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ലേയിലെ തെരുവോരങ്ങളിൽ ബുദ്ധസന്യാസിമാരെ ധാരാളമായി കാണാം. മതഗ്രന്ഥത്തിന്റെ പാരായണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഒരാൾ. മറ്റൊരാൾ വഴിയരികിൽ ജപിച്ച ചരടുകളും മറ്റും വിൽക്കുന്നു. വിശ്വാസികളും അവിശ്വാസികളുമായവർ അത് വാങ്ങാനായി തിരക്കുകൂട്ടുന്നു. അത്യാവശ്യം നല്ല കച്ചവടം ഇവിടെ നടക്കുന്നു. മുഗൾ കാലഘട്ടത്തിൽ നിർമ്മിച്ച പുരാതനവും ചരിത്ര പ്രാധാന്യമുള്ളതുമായ പ്രാർത്ഥനാലയമാണ് ജാമ മസ്ജിദ്. മുസ്ലിം സൂഫി വര്യനായ മിർ സയ്യിദ് അലി ഹംദാനിനോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ പള്ളി പണിതിരിക്കുന്നത്. ലഡാക്കിലെ ഭരണാധികാരിയായിരുന്ന ഡെൽഡൻ നംഗ്യാലും മുഗൾ ചക്രവർത്തി ഔറംഗസേബും ചേർന്നാണ് ഇത് നിർമ്മിച്ചതെന്ന് കരുതുന്നു. 1667-68 കാലത്ത് ഒരു കരാറിന്റെ ഭാഗമായിട്ടായിരുന്നു അത്രേ നിർമ്മാണം.